السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسول الله سيدنا محمد وآله وصحبه أجمعين، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاهدين. الإنسان من أمتي إذا صلح صلح الناس كلهم، وإذا فسد الناس كلهم. العلماء والأمراء قال رسول الله ഈ സംസ്ഥാന സമ്മേളനം ഇത് എത്രയോ മാസം മുമ്പ് മുതൽക്ക് അതിനു വേണ്ടി അതിന്റെ സ്വാഗത സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആദ്യ കാലഘട്ടത്തിൽ ഈ യോഗത്തിൽ തന്നെ ഞാൻ വരണമെന്ന് ഉദ്ദേശിച്ചതുമല്ല യഥാർത്ഥ മകനെയാണ്. കാരണം ആരോഗ്യക്കുറവുകൊണ്ട് മറ്റൊന്നുമല്ല. പിന്നീടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിർബന്ധിതമായി യോഗത്തിലേക്ക് വരേണ്ടതായിട്ട് ഒന്നു അപ്പോഴും പറയേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ അവസരത്തിൽ എനിക്ക് നമ്മളോട് ഒട്ടാകെ പറയാനുള്ളത് ഇബാദല്ലാഹി വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. നിങ്ങളോടും ആദ്യമായി എന്റെ നഫ്സിനോടും അല്ലാഹുവിന്റെ തഖ്വ ഞാൻ വസിയത്ത് ചെയ്യുന്നു. മാനവ സമുദായത്തെ യഥാർത്ഥ മനുഷ്യന്മാരായി ആക്കിത്തീർക്കുവാൻ, അത് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നടക്കുന്നവരാക്കി തീർക്കാൻ 1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചു. അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ എത്രയെങ്കിലും ആവട്ടെ. അവരെല്ലാം കൊണ്ടുവന്ന ആവശ്യം എന്ത്? അള്ളാഹുവിന്റെ ദീനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുവരിക, അതവർക്ക് പഠിപ്പിച്ച് പരിജ്ഞാനപ്പെടുത്തി പരിശുദ്ധ ആത്മാക്കളാക്കി മാറ്റുക. ഇതാണ് ഈ അഭ്യാസം ചെയ്തത്. അല്ലേ? ശരീഅത്ത് സംരക്ഷണം അല്ലെങ്കിൽ ശരീഅത്ത് ദീന് മില്ലത്ത് എന്നെല്ലാം പറഞ്ഞാൽ സാധനം ഒന്നാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുത്ത് തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീൻ ഒന്ന് മാത്രമാണ്. ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആ ദീന് എന്താണത്? അമ്പിയാക്കന്മാർ നിർമ്മിച്ചതാണോ? അല്ല. വമഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദിൽ ഉഖൂലി ഇലൽ ഖൈരി ബിദാത്ത്. ദീനിന്റെ തൈരീഫ് സാങ്കേതികമായ അർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തഫ്സീറിൽ പറഞ്ഞു നിർത്തുകയാണ്. വമഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദിൽ ഉഖൂലി ഇലൽ ഖൈരി ബിദാത്ത്. അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമം എന്തിനു വെച്ചു? ബുദ്ധിമുള്ളവരെ ഇല്ലാത്ത ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിയമമാണ്. ഇല്ലാത്ത ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആകെ ചുരുക്കം വിശദീകരിക്കാൻ ഒരുപാടുണ്ടെങ്കിലും അസ്സഅദത്തുൽ അബദിയ്യ, കാലകാലമുള്ള വിജയം. ആ കാലകാലമുള്ള വിജയം ഞങ്ങൾ മരണശേഷം ഞങ്ങൾ സ്വർഗവാസികളായി തീരുക. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിച്ച് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ നരകത്വത്തെ ദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്തു. അവർ പരിപൂർണ്ണ വിജയിയായി. ഈ നശ്വരമായ ദുന്യാവ് അത് വഞ്ചകത്തരക്കൊഴിയല്ല, അതിൽ പലരും പെട്ടുപോകും എന്ന് അല്ലാഹു ഞങ്ങളെ മുന്നറിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ദീന് ഇവിടെ നിലനിൽക്കണ്ടയോ?
അത് അമ്പിയാക്കളുടെ ശേഷവും ഇവിടെ വേണമല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖോടുകൂടി അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിച്ചു. ലാ നബിയ്യ ബഅദി ഖാല റസൂലുള്ളാഹി, എന്റെ ശേഷം ഇന്നിവിടെ പ്രവാചകൻ വരാനില്ല. അഥവാ ഈസാ നബി അലൈഹിസ്സലാം അവസാനം വരുന്നുവെങ്കിൽ ഹക്കമൻ അദ്ന, ഒരു ഈസാ നബി എന്ന നിലക്ക് അല്ല ഇവിടെ വരുന്നത്. നബിന്റെ ഒരു ഉമ്മത്തൊന്നോണം മാത്രമേ താൻ വരുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ നബിന്റെ ശേഷം ഈ ജനങ്ങളെ വെറും ഈ ഗ്രന്ഥങ്ങളെ കൊണ്ട് നോക്കി പഠിച്ചാൽ മതിയാകുമോ? പോരാ. അവരെ നന്നാക്കാനുള്ള ആളുകൾ വേണം. അതേത് നിരക്കുള്ള ആളുകൾ വേണം, അതേത് നിരക്കുള്ളവരാവണം. അത് ആ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽ നിലകൊള്ളുന്ന വിലമാവുൽ ആഖിറത്ത് വേണം. അതേ ആയിഷീങ്ങളും കുത്തുബീങ്ങളും മുർസീങ്ങളും സിദ്ദീഖീങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാരാണ്. അങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് ഈ ലോകത്തിൽ ജനങ്ങളെ നന്നാക്കാൻ കഴിയൂ. അപ്പോൾ ഞങ്ങളുടെ ആ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം പരിപൂർണമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് എല്ലാ കുട്ടികൾക്കും എന്നറിയാം. എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ആ സുന്നത്ത് ജമാഅത്തുകാര്. അതുതന്നെ തെളിവാണ്. സുന്നത്ത് ജമാഅത്താണ് ഹത്തായ അടിസ്ഥാനപരമായ സാധനം, അതാണ് എന്നതിന്റെ തെളിവാണ്. എന്നാൽ ആ സുന്നത്ത് ജമാഅത്ത് ഏതായി? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. വിശ്വാസപരമായി അത് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഇ വന്നു വിളിച്ചു. എന്തിന്റെ മേൽ? വിശ്വാസപരമായി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ലഷ്കരി റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ അബു മൻസൂറുൽ മാതുരിദി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ വഴിയായിട്ട് വന്ന അഖീദകൾ കർമ്മപരമായ സംഗതികളാണെങ്കിൽ നാലാലൊരു മദ്ഹബ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ നുഅ്മാനുൽ കുഫി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇമാം ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ നാലാറ് ഇമാമിന്റെ മദ്ഹബുകൾ സ്വീകരിച്ചുകൊണ്ടും മേൽപ്പറഞ്ഞ രണ്ടാളുടെ വിദഗ്ധ അഖീദകൾ അനുസരിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്നത് മാത്രമേ ദീനാകുകയുള്ളൂ. അതാണ് സുന്നത്ത് ജമാഅത്ത്. സന്മാർഗം എന്നതാണെന്ന് പരിപൂർണമായി ഇവിടെ വെളിവാരിക്കഴിഞ്ഞതിൽ ശേഷം ഇതായിട്ട് എന്ത് എന്നവിടെ പൂർണ്ണമായി വെളിവാരിക്കഴിഞ്ഞതിന് ശേഷം മുസ്ലിമീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റു മാർഗത്തോട് ആര് പിൻപറ്റിയോ അവരെ ആ വഴിയിലേക്ക് ഞങ്ങൾ അങ്ങ് തിരിച്ചു കൊടുക്കും. അവസാനം അവൻ നരകത്തിൽ പോയി കിടക്കും. അതാണ് അവന്റെ പാർക്കണം. അപ്പോൾ ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഇ അതാണ് ഈ കർമ്മപരമായി നാലാലൊരു മദ്ഹബും വിശ്വാസപരമായി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ലഷ്കരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂറുൽ മാതുരിദി റളിയല്ലാഹു അൻഹു അവർ കൊണ്ടുവന്ന്, അവർ കൊണ്ടുവന്നല്ല, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത്, സഹാബത്തെ താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് 921 മുമ്പ് ശപിക്കപ്പെട്ട മലബാറിലാണ് വരുന്നതിന് മുമ്പ് ആ ഒരൊറ്റ വിശ്വാസത്തിലെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. മലബാറിന്റെ ശേഷം ഇവിടെയുള്ള വഹാബികൾ, അതായത് അന്ന് ഐക്യസംഘം എന്ന പേരിലായിരുന്നു, പുതിയ പ്രസ്ഥാനവുമായി പുറത്തു വന്നപ്പോഴാണ് 925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന ഇവിടെ ഉണ്ടായി. ആ കാലത്തുള്ള സാദാത്യങ്ങളും മഹാന്മാരായ അരിമീങ്ങളും ഉണ്ടാക്കിയ സംഘടനയാണ്. അതിന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും പലപ്പോഴും പല വാർഷിക യോഗങ്ങളിലും അടുത്ത് കഴിഞ്ഞായിരിക്കുന്ന 60ാം വാർഷികവും സമസ്തയുടെ അതിലും അത് മുഴുവനും പ്രഖ്യാപിക്കുകയും അടിച്ചു വിതരണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശാദർശങ്ങളിൽ നിന്നും വ്യതിചരിക്കാൻ പാടില്ല. അത് വ്യതിചരിച്ചു പോയാൽ പിന്നെന്താകും? അത് പോയിട്ട് ലാസ്റ്റിൽ ആ
നരകത്തിലേക്ക് പോകുന്ന പാർട്ടിയിലേക്ക് പോകേണ്ടി വരും. എന്റെ ഉമ്മത്തികൾ പല പാർട്ടികളായി പിരിയും. തഫറഖത്ത് ബനൂ ഇസ്രായീൽ അലാ 72 ഫിർഖ وتفترق أمتي على 73 فرقة كلهم في النار إلا واحدة هي ما أنا عليه وأصحابي. ബനൂ ഇസ്രായേൽ 72 പാർട്ടിയായി പിരിഞ്ഞു. എന്റെ ഉമ്മത്തികൾ 23 പാർട്ടിയായിട്ട് പിന്നീട് പിരിയും. ആ 23 പാർട്ടിയിൽ നിന്നും ഒരൊറ്റൊന്നല്ലാത്ത മുഴുവനും നരകത്തിലേക്കാണ്. ആ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. അതാരാണ് ആ പാർട്ടി? ഞാനും എന്റെ അസ്ഹാബിമാരും ഏത് മുന്നിലാണോ അതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായും ആലിമീങ്ങളും മുത്തലിമീങ്ങളും മുതജ്ജിസ്യങ്ങളും സാധാരണക്കാരും മുതലാളിയും തൊഴിലാളിയും എല്ലാ ആളുകളുമുണ്ട്. നമ്മൾ എന്തിനോട് ഒരുമിച്ചുകൂടി ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ വിശ്വാസം അത് രക്ഷപ്പെട്ട് കിട്ടണം. ഞങ്ങൾ ഈമാനിനെ കവർന്നു കൊണ്ടുപോകുവാൻ അകത്തും പുറത്തും ശത്രുക്കളുണ്ട് കേട്ടോ. ഞങ്ങളുടെ എന്നേക്കുമുള്ള ഒരു ശത്രു പുറത്ത് എപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് ഇബ്ലീസുൽ ലഈൻ. ആ ഇബ്ലീസുൽ ലഈന് പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടാക്കാൻ നോക്കും. പിന്നെ അവൻ നടങ്ങി നിൽക്കാൻ കഴിയും. അതും ഞങ്ങൾ സൂക്ഷിക്കണം. എന്നാൽ ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും നിങ്ങൾ കേട്ടുള്ള പല സംഗതികളും ഞാൻ ആ ഭാഗത്തേക്കൊന്നും ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗത പ്രാസംഗ്യൻ PSK തങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ എന്തുമല്ല ഒരുമിച്ചുകൂടി ഞങ്ങളുടെ വിശ്വാസം അതേ ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, ആ ആചാരം അത് ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ അത് മുറുകെ പിടിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈമാൻ ഉറപ്പത് വേണം. എന്ത് സംഭവിച്ചാൽ ഒരു മനുഷ്യനോട് സംഭവിക്കുന്ന ലാസ്റ്റ് എന്താ? അത് മൗത്ത് മരിച്ചുകൊണ്ട് അതിനപ്പുറം മറന്നും വരുമല്ലോ. മരിക്കുമ്പോൾ ആ മോമിനായി മരിച്ചു കിട്ടണം. അതിന്റെ ഇപ്പുറം എന്തെല്ലാം അത് എല്ലാം തന്നെ നല്ലവർക്കുള്ളതാണ്. നല്ല കൂട്ടർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. അശബ്ദക്കും വരാൻ അല്ലംബിയാവും നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ മുസീബത്ത് കൊണ്ട് ഏറ്റവും കഠിനമായ അമ്പിയാക്കളാണ്. അവരെ കഴിച്ചാൽ ഔലിയാക്കളാണ്. അവരെ കഴിച്ചാൽ അവരോടെടുത്ത സാന്നിധ്യങ്ങളോ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടാതെ കാലം തെളിഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്നാകാൻ കഴിയില്ല. എല്ലാം സുരക്ഷിതമായി നമ്മൾ എവിടെയും കൊടുക്കരുത്. എല്ലാവർക്കും നല്ലതാകണം എന്ന് വിചാരിച്ചാൽ സാധ്യമാണ് കഴിയില്ല. പിന്നെ ഹട്ടായ സംഗതികൾ അതിൽ നമ്മൾ ഉറച്ചു കൊണ്ടുകൊള്ളണം. ഞങ്ങളുടെ മകന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ, ഞങ്ങളുടെ മുൻഗാമികളെ അവർ ഞങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു, എന്ത് പരിചയിപ്പിച്ചു, അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. വേറെ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. സുന്നീവര സംഘം അതിന്റെ മേൽഘടകത്തോട് സമ്മതം ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ സംഗതി നിങ്ങൾക്കറിയാം. എത്രയോ മുമ്പ് തുടങ്ങിയിട്ട് ഒരു ഏർപ്പാട് അറിയിച്ചിട്ട് പിന്നെ അത് തൽക്കാലത്തേക്ക് എത്തുന്ന അവസരം അത് ഒരാഹപ്പെടുത്താൻ ഒരുപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി എത്ര കണ്ടുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ പൊട്ടാതെയും പൊളിയാതെയും ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് തീർക്കാൻ വേണ്ടി ഇന്നും ഇന്നലെയും ഒരുങ്ങിയതല്ല ഈ വലിയവനായ ഞാൻ. പല അവസരങ്ങളിലും തീരുമാനപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ എന്തിനു പറയുന്നു, ഇപ്പോൾ ഈ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം
മുസ്ലിങ്ങളായി ഞങ്ങൾ ഇത് തന്നെയാണ് തെറ്റുക. ഞങ്ങൾ ആരെയും തള്ളിപ്പറയാം, ഞങ്ങൾ ആരെയും പൊരുത്തക്കെടുന്ന് ഞങ്ങൾ പോകുന്നില്ല. അതുതന്നെയും അവർക്ക് നല്ല ബുദ്ധി അല്ലാഹു തോന്നിപ്പിക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരിൽ 35 കൊല്ലത്തോളം പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണിത്. അതിൽ ആരെങ്കിലും ഒരു വ്യക്തി 2 വ്യക്തിയല്ലേ 10 കിട്ടും. ഓരോട് വെറുപ്പുണ്ടെങ്കിൽ സംഘടനയോ പ്രസ്ഥാനമോ എന്ത് തെറ്റ് ചെയ്തു അവരോടും ഉണ്ടാകാൻ കാരണം വേണമെങ്കിൽ ഇല്ലാതെ വെറുതെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഹക്കിനെതിരായി കൊണ്ട് തുടർന്നു പോകാൻ സാധ്യമല്ലാത്ത നിലവാരം വരുമ്പോൾ ഞങ്ങൾ ഹക്കിൽ അടിയുറച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസാധാരത്തിൽ അടിയുറച്ചു നിന്ന് ഏത് പ്രലോഭനങ്ങളെയും ഞങ്ങൾ വകവെക്കാതെ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമ പാലിച്ചുകൊള്ളണം. അള്ളാഹു സാധിനികളോട് കൂടെയാണ്. അപ്പോൾ ആ ക്ഷമ പാലിക്കുന്നവര് ഞങ്ങൾ ആവണം. ഞങ്ങളുടെ ആദർശം ഒരു നിലക്കും മതം തയ്ക്കുമെന്ന് വിറ്റ് കളിക്കാൻ പോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉള്ള സംഗതികളൊക്കെ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തിൽ നിന്നവരുടെ ഇന്ന് ഹയാത്തുള്ള പ്രസിഡന്റ് മൂപ്പരാണെന്ന് മാത്രമല്ല എന്റെ പ്രധാനപ്പെട്ട ഉസ്താദും അവരാണ്. തന്നെയുമല്ല വളരെയധികം ജ്ഞാനമായി ബന്ധമുള്ളതായ മഹാനാണവർ. നമ്മളുമായി ആ ശിഷ്യത്വം സ്വീകരിച്ചത് മുതൽ എപ്പോഴും ഏത് സ്ഥലത്ത് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ആ ആത്മാർത്ഥമായ സ്നേഹവും ആകും ഞങ്ങൾ അങ്ങോട്ടും അവർ ഇങ്ങോട്ടും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലവാരം. കഴിഞ്ഞ സമസ്ത മുഷാവറ കഴിഞ്ഞതിന് ശേഷം അതിൽ നടന്നൊക്കെ നടന്നു. കാണാമാക്കാനാണ് നമ്മൾ എന്തെങ്കിലും അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എറണാകുളത്ത് പോകാൻ പാടില്ല എന്ന് മകനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മൂപ്പര എറണാകുളത്തേക്ക് കൊണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കക്ഷിയെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്, ഇവിടെ കൊണ്ട് എന്നെ കൊടുത്ത് കാരിപ്പിക്കേണ്ടതാ, സമ്മതം വാങ്ങേണ്ടതാണ്. അങ്ങനെ പണ്ടും ഞാൻ പറയുന്നു. എന്നിരിക്കെ അവരെ കൂട്ടിക്കൊണ്ടാകല്ല. അങ്ങനെ താൻ നമ്മൾക്ക് എറണാകുളത്ത് യോഗത്തിന് കൊണ്ട സംഘത്തിന്റെയോ തങ്ങൾ പോകണം, പോയിട്ട് ഹക്ക് പറയണം. ഞാൻ ഹക്കിന്റെ കൂടിയും തങ്ങളും അങ്ങനെയാണ്. തങ്ങളെ ഹക്കെ പറയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മതി, എനിക്കത് മതി, സമ്മതം കിട്ടി. അതുകൊണ്ടാണ് കുട്ടി യോഗത്തിന് തെറ്റിമറിഞ്ഞു വന്നത്. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ എനിക്ക് തീരെ സുഖമുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. കാറിൽ നിന്ന് കുറച്ചു നേരം ഉറങ്ങിയത് മാത്രമാണ്. ഇത് ഉള്ളാളത്തുമല്ല, അവിടെ നിന്നും എത്രയോ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് 1.5 മണിക്കാണ് പുറപ്പെടുന്നത്. അവിടുന്ന് 2-3 മണിന്റെ അടുത്ത് 3 മണിന്റെ മുമ്പായിട്ട് മംഗലാപുരം എത്തിയപ്പോൾ ഉള്ളാളത്ത് പോയി കിടന്നാൽ ഈ വണ്ടി കിട്ടൂല, 4:15 വണ്ടി. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ ഇവരുടെ ആൾ കഴിക്കോ തങ്ങളും കൂടുമാറി. അതാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് കൂറുമാറ്റമൊന്നുമില്ല. ആരോഗ്യമുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളോട് കൊടുത്ത മാസത്തിന്റെ വടന്മാരായ ആളുകൾക്ക് അവരെ ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരോടൊപ്പം എപ്പോഴും എന്റെ സഹായം അവർക്കുണ്ട്. ഞാൻ ദ്വാ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാ ചെയ്യണം. എന്റെ ശേഖുന ബഹുമാനപ്പെട്ട കണ്ണിയത്തവർക്കും ദ്വാ ചെയ്യണം. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ദീനിന്റെ സേവനം ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇനിയും എത്രയോ കാലം ബഹുമാനപ്പെട്ട മാനവർക്ക് ഇവിടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്കിനി ആരുണ്ട്? ഞങ്ങളുടെ നേതാക്കളൊക്കെയും അതാ മരിച്ചു പോകുന്നു. പിന്നീട് വരുന്നവർക്ക് ഓരോ മാതിരിയാവുന്നു. ഉഖ്റവിയായ ആലിമിയായിട്ടെന്ന് കാണുവാൻ പലരും ഉണ്ടാകുമെങ്കിലും എത്രയോ ആളുകൾ സദസ്സ് തന്നെ ഉണ്ടാവും. അവരെ നമ്മൾക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ.
അവരൊക്കെ മനം കൊണ്ട് വ്യസനിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ പെരുമാറിന്റെ വന്നുപോയല്ലോ, സമസ്തക്ക് വന്നുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വ്യസനപ്പെട്ടുകൊണ്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. പലരും മനസ്സ് ഒരുങ്ങി വേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഭിന്നിപ്പുകളും നമ്മളൊക്കെ സുന്നത്തി ജമാഅത്തിലാണോ അതിന്റെ പേരിൽ എല്ലാം മറപ്പും പൊറുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് തുറന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള എല്ലാ അതിന്റെ ചുറ്റുപാടിൽ അതിന്റെ എതിരിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. അവർക്കെല്ലാം മനസ്സിലാക്കാൻ കണ്ണു തുറക്കാൻ ഈ ഒറ്റ യോഗം വീക്ഷിക്കാൻ ആര് വന്നിട്ടുണ്ടാവും. അതില്ലാതിരിക്കില്ല. എന്തുവിടെ നടക്കുന്നു? ഇത്രയെല്ലാം പ്രലോഭനങ്ങളും കഠിനമായതായ വെളുക്കും ഉണ്ടായിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയാൽ അത് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലല്ലോ നമ്മളെ മക്കളും ബാക്കിയുള്ളവരൊക്കെ തന്നെ. രാഷ്ട്രീയക്കാരായാൽ അവർക്കും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ ആലോചിക്കും. രാഷ്ട്രീയക്കാർ ആവശ്യം എന്താ? വോട്ട് ചേർത്തിട്ട് ഇത്ര ആളെ വോട്ട് പോയാൽ എന്താവും ഇവരെ കഥ. ഇത്ര ആളെ വോട്ടങ്ങ് പോയാൽ എന്താവും? ഇവരാരോ ആകട്ടെ. ഒരു മുസ്ലിം അല്ല എന്നാ പറയുന്നു തലകെട്ടൊക്കെ. അത് വഹാബി പറഞ്ഞോട്ടെ, നമ്മക്കത് പറയാൻ കഴിയില്ല. നമ്മളുടെ ശത്രുക്കളെ തന്നെ ചെയ്യും. അതിന് മാത്രം ഞങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആർക്കും അതിൽ സംശയം വേണ്ട. അങ്ങനത്തെ നിങ്ങളിതിൽ കൂടിയിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചാൽ അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അത് കുടിക്കേണ്ടി വരും. വേറൊന്നും ഇവിടെ വരൂല. പ്രിയ സഹോദരങ്ങളെ, എന്ത് നടപടിയും എന്തെടുത്താലും നടപടി എടുക്കുന്ന എവിടെ? എന്തിനാണ് ഈ സമ്മേളനത്തിന് കൊള്ളുന്ന അക്ബറക്കമായിരാണ് സുബിൽ മുഖിത്താത്ത? എന്താണ് ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും ഒരു സംഗതി വിരക്കിൽ കൽപ്പിക്കുവാൻ ശറയിൽ എന്ത് നിന്നോട് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലോ ജനങ്ങളെടുക്കലോ നിയമത്തിന്റെ അടുക്കലോ ഗവൺമെന്റിനോടോ എന്തെങ്കിലും ഒരു തെറ്റിയതെങ്കിലും ഗവൺമെന്റ് ചെയ്യും. ഇപ്പമാണെങ്കിൽ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അറിയിക്കും. അവരോട് നമ്മൾ ആ ഗവൺമെന്റ് എതിരായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ എല്ലാവരും നടന്നിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരോടെ നമ്മൾ ചെയ്യണത്? ഞങ്ങൾ സുന്നത്തിയമായത്തിന്റെ പേരിൽ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കി നിങ്ങളൊക്കെ വിശ്വസിച്ചോടെന്ന് പറഞ്ഞ് പൊരുത്തും കൊടുത്ത് ആരായതിന്റെയൊക്കെ മുമ്പിൽ ആളുകൾ PMS പാട്ടാട്ട് PMS പ്രയത്നങ്ങൾ അള്ളാഹു അവരെയും അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. മഹാനവറുകളാണെങ്കിലും ഹയാത്ത് കാലത്ത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ചോദിച്ചത് എന്നെ ചോദിച്ചു എന്ന് അവർ മരിച്ചുപോയ അഹമ്മദാജി പറഞ്ഞു. അതിന്റെ ഒരു ദിവസം ചോദിച്ച ഉടനെ ഉള്ളാരത്തുള്ള ഞാൻ എങ്ങനെയോ അവിടെത്തി. അത്രയല്ല പറയേണ്ടതുള്ളൂ. അതൊക്കെ വലിയ അതിശയമല്ലേ? ആത്മീയമായ സ്നേഹമാണത്. അവരെല്ലാം തന്നെ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണ്. മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് അഹമ്മദാജി പറയുന്നു, രണ്ടാണ് ഞാൻ ചോദിച്ചത്. മലേഷ്യ റഹ്മാനെ കിട്ടുമോ? അത് മൂപ്പനെ അകമഞ്ഞ് സഹായിക്കുന്നൊരു മുതലാളിയാണോ? മറ്റൊന്ന് ചോദിച്ചത് ഉള്ളാളം താങ്കളെ കിട്ടുമോ? അപ്പം അഹമ്മദാജി പറഞ്ഞു, മലേഷ്യ റഹ്മാൻ മദ്രാസിലുണ്ടോ ഹോങ്കോങ്ങിലുണ്ടോ അത് ഫോണാക്കിയാൽ കിട്ടും. ഉള്ളാളത്തെ തങ്ങൾ ഇവിടെ നമ്മൾ കിട്ടുക. അന്ന് ഫോണൊന്നുമില്ല. കെട്ടിക്കൊടുക്കും. ഉള്ളാളത്തും ഫോണ് ആയിട്ടില്ല. ഏതെങ്കിലും ആട്ടെ ഉള്ളാളം ഭാഗത്തേക്ക് ഉള്ളാളത്ത് പോകണമെന്ന് തോന്നുന്നു. എട്ടികൾക്ക് പോകണില്ല. ഒന്ന് തിരിച്ചു നോക്കട്ടെ. തിരിച്ച് ഫോൺ തിരിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചുള്ളത്. അപ്പൊ പറഞ്ഞ കഥ. അപ്പൊ അങ്ങനെ അവർക്ക് ഞങ്ങൾ ബന്ധമാണ് എന്നുള്ള ശിഹാബിതങ്ങൾ അവരെ നമ്മളൊരു വെറുപ്പുള്ളവരല്ല. എല്ലാ സാധാത്യവും അതാക്കിയ എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. ഇവിടെ സുന്നീവര സംഘത്തിൽ കൂടിപ്പോയി നൽകിയ സാധാത്തല്ലാതാവോ? എന്താ അത് ജമാഅത്തെ ഇസ്ലാമിയെ സാധാത്ത് ഒഴിഞ്ഞുപോയി എന്ന് പറയുന്ന വോട്ട് പറയുന്ന എല്ലാവരും. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ സന്താന പരമ്പരകളാവുന്ന ഹസൻ ഹുസൈൻ അവരുടെ മക്കൾ
സന്താന പരമ്പരകളായി ഖിയാമം വരെ ലാസ്റ്റിൽ ഇമാം മഹ്ദിയെ കൊണ്ട് അവസാനിക്കുന്ന ആ സിൽസിലത്തുൽ വഹബാകുന്ന പൊന്നിന്റെ ചങ്ങല ഇവിടെ ഉണ്ട്. അത് ഉണ്ടാവുക തന്നെ വേണം. അവരുടെ ബർക്കത്തുകൊണ്ട് ജനങ്ങൾക്ക് രക്ഷയുണ്ട്. അതിന് ബൈത്ത് സജ്ജീനക്ക് എന്റെ അതിന് ബൈത്ത് നൂഹനബിന്റെ കപ്പൽ പോലെയാണ്. അന്നത്തെ തൂഫാനിൽ രക്ഷപ്പെടാനുള്ള മാർഗം ആ കപ്പലിൽ കയറാൻ എല്ലാ മാർഗം പറയില്ല എന്ന പോലെ ആ ദീനിൽ അടിയുറച്ച മഹാന്മാരായ സാധാത്യങ്ങൾ അല്ലാത്ത ഒരു കുറച്ച് തെറ്റും കുറ്റുമൊക്കെ ഉള്ളവരാണെങ്കിലും അവരെ ബഹുമാനിക്കാതെ കഴിയില്ല. ഞാൻ പിന്നെ പൊയ്തേറാണ് ഒരു ഒന്നും അറിയാത്തത് തങ്ങളാണെങ്കിൽ എനിക്ക് തങ്ങളെ ബഹുമാനിക്കാതെ കഴിയില്ല. സൂൽ ഖാത്തിമത്തിലേക്ക് പോണ പണിയൻ അല്ലാഹുവിനെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർമ്മധീരരായി യാതൊരു നിലക്കുള്ള ഒരു പേടി നിങ്ങൾ വെറുക്കണം. നിങ്ങൾ അള്ളാന്റെ മേൽ ഏറ്റുമതിയതോ ആരാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ കുറവല്ലാതെ മറ്റെന്താ ഞങ്ങൾക്ക് എല്ലാ അവസരത്തിലും വരാതെ അല്ലവീരാമനോ ഒത്തക്കുമയെന്ന് കുലൂബവും വിധിക്കില്ല. അലാ വിധിക്കില്ല എത്തുക്കുമയെന്ന് കുലൂ. വിശ്വസിച്ച മോമിയങ്ങൾ ഒത്തുമയെന്ന് കുലൂബവും വിധിക്കില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ അവരെ ഹൃദയം സമാധാനിക്കൂ. ഒരു കോടാനകോടി മുതലുള്ള ഒരു സ്വത്തുക്കാരനാണ്. എനിക്കതിനെ പേടിക്കാനെന്താ? സ്വത്തില്ലേ? എനിക്കെന്താണ് പണത്തിന്റെ മുകളിൽ പലസ്ഥലത്ത് മറക്കുമോ എന്ന് വിചാരിച്ചാൽ നിമിഷം കൊണ്ടവരെ ഉപ്പഞ്ചരക്കത്തെ ഗതിയില്ലാതാക്കാൻ അള്ളാഹുവിന്റെ കഴിയും. തൂക്കിൽ നിൽക്കമെന്തശാൽ ഒത്തന്തിയിൽ നിൽക്കമെന്തശാൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഈ ഒരുത്തന്റെ ആരോഗ്യത്തിന്റെ മേലവൻ ഏറ്റുമതി ചെയ്തു. ആരോഗ്യം നിമിഷം കൊണ്ടില്ലാതാക്കാൻ അള്ളാഹുവിന്റെ കഴിയില്ലേ? ജനങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ മേൽ ഏറ്റുമതി ചെയ്തു. അത് അള്ളാഹു വിട്ടുകൊടുക്കുന്നത് അതിനെ മറച്ച് നിന്റെ ശത്രുവാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ പ്രയാസമുണ്ടോ? അപ്പോൾ ഒറ്റൊന്നും ഏറ്റുമതി ചെയ്യാൻ കഴിയില്ല. പിന്നെ അള്ളാഹു ഒരുവന്റെ മേൽ മാത്രമേ ഏറ്റുമതി ചെയ്യാൻ പറ്റൂ. അതാണ് അലാ തിരിക്കില്ല തൊട്ടുമയുന്നൊരു ഭൂമിയുടെ ഹൃദയം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ട് സമാധാനിക്കാൻ. അപ്പൊ അള്ളാന്റെ മേൽ ഏറ്റുമതി ചെയ്ത് ഞങ്ങൾ വേറെ യാതൊരു ചെയ്യുന്നവർ അങ്ങനെ ഞങ്ങളെ അഹങ്കാരോ ഞങ്ങളെ വിജുബോ ഞങ്ങളെ കിബറോ ഞങ്ങളെ ചെയ്യാവോ അപ്പൊ ഞാൻ അങ്ങെത്തിപ്പൊഴിയുമോ അതൊന്നും പറ്റുകയല്ലോ. അതൊക്കെ അപകടമാണ്. അതെല്ലാം ആ കൽപ്പനവരെ പെറുന്ന പല ദോഷങ്ങളുമുണ്ട്. ആ വക രോഗങ്ങൾ അങ്ങ് നീക്കി അങ്ങനെ ശുദ്ധിയാക്കി പരിപൂർണമാക്കി എടുക്കാനാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ മുറബിയായ മശായിഖന്മാർ. അവർക്ക് ജനങ്ങൾ നന്നാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഞാനാണ്. അത് وإنما القوم مسافرون لأمرة الحق وضاعينون فافتقروا فيه إلى دليل لباطهم بالسير والمقيل. അതാണ് ഞാൻ പറയില്ല. അതാ തസവ്വുഫ് ഹൃദയം ശുദ്ധിയാക്കുന്ന വിഷയത്തിലേക്ക് പോയിട്ട് അതും ഞങ്ങൾ പഠിച്ചത് കൊണ്ടുവരണം. കഴിയുന്നത്ര ഞങ്ങൾ നന്നാവാൻ നോക്കണം. എല്ലാ രംഗങ്ങളിലും നന്നാവണം. പൊതുവേ ഞാൻ സംഘ സംഘത്തിന്റെ മെമ്പറല്ല, ഇതാകുല്യാപ്പല. എല്ലാ രംഗങ്ങളിലും ഞങ്ങളുടെ എല്ലാ സിറും രഹസ്യവും പരസ്യവും അറിയുന്നവർ അല്ലാഹുവാ. ലായല്ലാഹുവില സുവരിക്കും വലായില അത് സാധിക്കും വലാക്കിഞ്ഞില പുരോഗിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപം കൊള്ളയോ നിങ്ങളുടെ ആകൃതി കൊള്ളയോ അള്ളാഹു നോക്കുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട് അതിലേക്ക് അള്ളാഹു നോക്കൂ. അതുകൊണ്ട് എല്ലാ വിധത്തിലായും കൊണ്ട് എല്ലാ രംഗങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ സ്വരൂപത്തിലായി ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോപ്പിച്ചു നൽകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാലിന്യങ്ങളെ, വലിയ ഭീഷണി വരും. നിങ്ങൾക്ക് ആര് പണമെന്നു എനിക്കൊന്നൊക്കെ എനിക്ക് വളർന്നല്ല. നിങ്ങൾക്കും എന്റെയും എല്ലാവർക്കും എല്ലാ ആളെ പണിയും എല്ലാ സംഗതിയും ഒക്കെ അള്ളാഹു കേൾക്കണേ. അവരെ നമ്മൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുവരാണ്? താൽക്കാലിക ബുദ്ധിമുട്ടുകൾ വരും. അതല്ല കണക്കാക്കിയത് ആരും എടുത്താലും പോവുകയുമില്ല. അതാർക്കും തടുക്കാനും കഴിയില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഉത്തരവൊന്നുമില്ലേ? നീ കൊടുക്കുന്ന പ്രായങ്ങളുമില്ല, നീ താഴ്ന്നതിനെ കൊടുക്കുന്നവരുമില്ല.
ഈ വിശ്വാസമെല്ലാം അല്ലാഹുവിൽ പൂർണ്ണമായി വ്യക്തിമാകും ഉറപ്പും ഞങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഗതിക്കുക. എന്നാലും ബുദ്ധിമുട്ട് വരാതിരിക്കൂല. ആ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ വേണം. അത് ക്ഷമിക്കണം. അതാണ് അള്ളാന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇനി ഞാനിന്റെ ഒന്നറിഞ്ഞ് ഓടല്ല. ഏതായാലും ഇപ്പൊ രണ്ടും കൂടി നമ്മൾ എതിരില്ലേ. അതുകൊണ്ട് ഇനി ഞാനില്ല. ഇനി ആർക്കും എന്നെ പൂജ്യ ആരും ഉണ്ടാകാൻ പറ്റൂല. പിന്നെ ഈ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് എന്ത് ചെയ്തു? കുതിരപ്പുറത്തിറങ്ങി താൻ ഒരു ഹസീമത്ത് വന്നപ്പോൾ താൻ കുതിരപ്പുറത്തുനിന്ന് താഴത്തിറങ്ങി പറയുന്നു, ഞാൻ നബിയല്ലേ പറഞ്ഞ ഓടല്ല. ഞാൻ നബി തന്നെയാണോ? പണ്ട് പറഞ്ഞ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ ബാപ്പന്റെ മകൻ തന്നെയാണ്. എനിക്ക് മാറ്റമില്ല. എന്തുവരെ സംഭവിച്ചാലും ഞാൻ നബി തന്നെയാണ്. ഞാൻ ബാപ്പന്റെ മകൻ തന്നെയാണ്. അതാണ് ധീരത. ആ ധീരത ഞങ്ങൾക്ക് എപ്പോഴും വേണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇനിയും ഈ ലോകത്തേക്ക് ഞങ്ങൾ ജനിച്ചു. അല്ലാഹു ഞങ്ങളെ മോമിനീങ്ങളാക്കി ഇവരാക്കി മോമിനായി ജീവിച്ച് സുന്നത്തീയമാനത്തിന്റെ വിശ്വാസം അതേ ശരിയായ ഇസ്ലാമാവുകയുള്ളൂ. അങ്ങനെ ഇത്രയും കാലം നിലവുണ്ട്. ഇനി അവസാനത്തെ സംഗതിയല്ല നോക്കേണ്ടത്. അത് മോശപ്പെട്ടു പോയാൽ പോയില്ലേ. എല്ലാ സംഗതിയും ഖാത്തിമത്ത് കൊണ്ടല്ലേ അതിന്റെ നിലവാരം നന്നാവുക. ആ ഖാത്തിമത്ത് നന്നാകാൻ വേണ്ടി ഞങ്ങൾ നടക്കണം. അതുകൊണ്ട് അതേ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു പുല്ലും ഭയപ്പെടാതെ ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപവും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഭയപ്പെടാത്തവനാണ് ശരിയായ അള്ളാഹുവിനെ വിശ്വസിച്ച മൂമിനും ഉഖവിയായ അഴിവിന്റെയും ലക്ഷണം അതാണ്. വേറെ ഒന്നും കണ്ടു പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഒരുപാട് മഹാന്മാരോട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഉറച്ച സംഗതി ഇതാണ്. നമ്മൾ ആരെയും മുഹീബത്ത് പറയാൻ പോകണ്ട. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ പോണ അതുപോലെ അവര് നമുക്ക് വീട്ടിൽ പോകും. നമ്മളാരും പറയാൻ പോട്ടെ. ദീപത്ത് പറയുന്നവര് പറഞ്ഞോട്ടെ. ആത്മീയങ്ങൾ ദീപത്ത് പറഞ്ഞാൽ അത് കാത്തിലാണ്, കുന്നുകളെയുള്ളതല്ല. സാധാരണ ദീപത്ത് പോലെയല്ല. ഇത് ഞങ്ങൾ ഓർക്കണം, സൂക്ഷിക്കണം. ഞങ്ങളാരെയും ദീപത്ത് പറയാൻ പോട്ടെ. നമ്മൾ ഞങ്ങളെ പ്രസ്ഥാനം പറയുക. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ എതിരിലുള്ള കക്ഷികളുടെ ലക്ഷ്യങ്ങൾ അതിനെ കരിപ്പണമാക്കി അതിനോട് ജിഹാദ്, പൂർണ്ണമായ ജിഹാദിന്റെ തന്നെ വീഴുക. അപ്പൊ പല എതിർപ്പുകളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഈ അലവലാദികളെല്ലാം കൂടിയിട്ട്, അതായത് മുജാജമ, ലീഗ് തുടങ്ങിയുള്ള അലവലാദികളെല്ലാം കൂടിക്കുഴഞ്ഞപ്പോ കുറച്ചൊക്കെ ഒരു തകരാറ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. അള്ളാഹു അടുത്തെന്നെ നീക്കിത്തരട്ടെ. അൽഹംദുലില്ലാഹിമായ തമ്പുരാനെ, ഈ സമുദ്രം പോലെയുള്ള ഈ ഈ ജനങ്ങളുടെ ഈ സമുദ്രം, ഇങ്ങനെയുള്ള ഇത്രയും ആളുകളിൽ ഇവിടെ കൂടിയത് ഒരു പ്രസംഗം കേൾക്കാനല്ല, വാസ്തവത്തിൽ ഞങ്ങൾ ഒരു പ്രസംഗം കേൾക്കാനല്ല. ഇനിയും എത്രയോ ആളുകൾക്ക് വരാൻ കഴിയാതെ വ്യസനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ഞങ്ങൾക്കറിയാം. പൈസയെല്ലാം വരാൻ കഴിയാത്തവർ അങ്ങനെയുണ്ട്. അധികമത്തേക്ക് നിങ്ങളുടെ നിലവാരം അതാണ്. ഞങ്ങളെല്ലാവരുടെയും സർവ്വദോഷങ്ങളെയും നീ വിട്ടുകൊടുത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ ഉമ്മമാപ്പന്മാര്, ഞങ്ങളുടെ ഉസ്താദന്മാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സുന്നത്തീയമാനത്തിൽ സഹായിച്ചവർ, അങ്ങനെയുള്ള സർവ്വ ആളുകളുടെയും സർവ്വ ചെറുതും വലുതുമായ ദോഷങ്ങൾ ആദ്യമായി നീ വിട്ടുകൊടുത്ത് മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് വരുന്നതായ എല്ലാ ആപത്തുകളെയും നീ തട്ടിത്തിരിച്ച് ദൂരമാക്കണേ റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള ഖൈറും ബർക്കത്തും ഞങ്ങളുടെ ഏർപ്പാടുകളിലും പ്രവൃത്തികളിലും കച്ചവടങ്ങളിലും കൃഷികളിലും തോട്ടങ്ങളിലും ഏറ്റി തരണേ റഹ്മാനെ. എല്ലാവിധ ആപാത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا ذما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.